കർത്താവിൽ പ്രിയരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണല്ലോ. നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തന്നെ അർപ്പിച്ച കർത്താവിൻ്റെ വലിയ യാഗത്തെക്കുറിച്ച് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. കുരിശ് പാപത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 2, ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹത്തെക്കുറിച്ച് അത് ഓർമ്മിപ്പിക്കുന്നു. പുത്രനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അത് ഓർമ്മിപ്പിക്കുന്നു. കുരിശിലൂടെ ലഭ്യമാകുന്ന രക്ഷയുടെ ആനന്ദത്തെക്കുറിച്ച് അത് ഓർമ്മിപ്പിക്കുന്നു. എന്നു തുടങ്ങി കുരിശ് പല കാര്യങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ക്രൂശ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ അടിമകളെ ശിക്ഷിക്കുന്ന വിധമാണത്. അത്രമാത്രം നിന്ദ്യമായ മരണമാണ് കുരിശിലെ മരണം എന്ന് പറയുക. തൊലിയൊരിച്ച് രക്തം വാർന്ന് കഴുത്തിൽ കയറിട്ട് തെരുവീതികളിലൂടെ കൊണ്ടുപോയി അവഹേളിച്ച് കുരിശിൽ തറയ്ക്കുകയാണ് അന്നത്തെ പതിവ്. അടിമകളെയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അത്ര വലിയ അപമാനത്തിൻ്റെ, കഷ്ടതയുടെ, വേദനയുടെ ഒന്നാണ്, അടയാളമാണ് കുരിശ് ആ കാലഘട്ടത്തിൽ. അങ്ങനെയുള്ള ഒരു കുരിശുമരണമാണ് യേശു കർത്താവിന് റോമ ഗവൺമെൻറ് ഒക്കെ നൽകിയത്. എന്നാൽ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ കുരിശ് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെയാണ് ആഴത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. തൻ്റെ ഏകജാതന പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹം അതിരില്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ധന്യത ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധിക്കുകയും ആഴം അനുഭവിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് യേശു ചെയ്ത പരമയാഗത്തിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയും. നാം ഇന്ന് യേശുവിൻ്റെ കുരിശിനെ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഗോൽഗോഥാവിലേക്ക് ക്ഷണിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ നമ്മുടെ മുൻപിൽ 3 കുരിശുകൾ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നടുവിലെ കുരിശിൽ യേശു കർത്താവ് കിടക്കുന്നുണ്ട്. 2 ഭാഗത്തും 2 കള്ളന്മാർ കിടക്കുന്നുണ്ട്. ഈ 3 കുരിശുകളും വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം തൻ്റെ പുത്രനെ നൽകിയത് എന്തിനു വേണ്ടിയാണ്? ദൈവം ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ വളരെ സുന്ദരമായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെട്ട മനുഷ്യനും ലോകവും എല്ലാം ശപിക്കപ്പെട്ടതായി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നന്നായി സൃഷ്ടിച്ച ലോകവും നന്നായി സൃഷ്ടിച്ച മനുഷ്യനും താളപ്പിശുള്ളതായി തീർന്നപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം കിടന്ന് പിടച്ചു. ദൈവം അസ്വസ്ഥനാകുന്നു. അതാണ് യേശു. അതുകൊണ്ടാണ് യേശുവിനെ ഗ്രീഫ് ഓഫ് ഗോഡ് എന്ന് പറയുക. ജീസസ് ഈസ് ദ ഗ്രീഫ് ഓഫ് ഗോഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ കാൽവറിയിൽ കാണുന്നത്, ഗോൽഗോഥയിൽ കാണുന്നത്. യേശു നടുവിൽ കിടക്കുന്നു, 2 കള്ളന്മാർ ഇരുവശത്തും കിടക്കുന്നു. കുരിശിനോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാകണം? അത് കൃത്യമായി ഈ 3 കുരിശുകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനെ അയച്ച പരമയാഗമായി തന്നെ അർപ്പിക്കപ്പെടുന്ന അനുഭവമാണ് നടുവിലെ കുരിശിൽ നാം കാണുന്നത്. നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ എത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിക്കുന്നുവെന്നും പാപത്തിൻ്റെ കാഠിന്യം എത്ര വലിയതാണെന്നും ഒക്കെ ഈ കുരിശ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ കുരിശ് വീണ്ടെടുക്കുന്ന കുരിശാണ്. ആ കുരിശിനെ നോക്കുന്നവർ കുരിശിലൂടെ സാധ്യമായിത്തീരുന്ന വീണ്ടെടുപ്പിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവർ, അത് സ്വായത്തമാക്കുന്നവർ,
അവരാണ് വീണ്ടെടുക്കപ്പെടുകയും നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക. വീണ്ടെടുക്കുന്ന കുരിശ്. എന്നാൽ ആ കുരിശിനോടുള്ള പ്രതികരണമാണ് നാം ഇടത്തും വലത്തും കാണുക. ഒരു കള്ളൻ അതിൽ യേശുവിനെ അധിക്ഷേപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ കുരിശിലൂടെ ദൈവം ലഭ്യമാക്കി തീർത്ത രക്ഷയെ നിരാകരിക്കുകയാണ്, മറുതലിക്കുകയാണ്. ആ കുരിശിനൊരു പേരിട്ടാൽ മറുതലിക്കുന്ന കുരിശ്, റിബല്യസ് ക്രോസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അടുത്തുള്ള മറ്റേ കുരിശ്, അതിൽ കിടക്കുന്ന കള്ളൻ്റെ പ്രതികരണം വളരെ വ്യത്യസ്തമാണ്. അവൻ പറയുന്നു, നിരായുത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണേ. മറ്റവനോട് പറയുന്നു, നമ്മൾ ഒരുപോലെ കുറ്റക്കാരല്ലേ, നീ എന്തിനെ ഈ യേശുവിനെ അധിക്ഷേപിക്കുന്നു? കുരിശിനോടുള്ള പ്രതികരണം എങ്ങനെയാകണം? മറുതലിക്കുകയല്ല. മറുതലിക്കുന്നത് നിത്യനാശത്തിലേക്കുള്ള യാത്രയാണ്. എന്നാൽ കുരിശിലൂടെ സാധ്യമായി തീർന്ന, നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തന്നെ അർപ്പിച്ച കർത്താവിലൂടെ ലഭ്യമാക്കിയിരിക്കുന്ന ആ രക്ഷയുടെ അനുഭവത്തെക്കുറിച്ചുള്ള ആഗ്രഹവും അതിനോടുള്ള താല്പര്യവും ഒക്കെയാണ് നമ്മെ നടുവിലെ കുരിശിലൂടെ സാധ്യമാക്കി തീർത്ത രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട്. നിരാകരിക്കാം, സ്വായത്തമാക്കാം. ഒരു കുരിശ് മറുതലിക്കുന്നുവെങ്കിൽ മറ്റേ കുരിശ് റിപ്പൻ്റ് ചെയ്യുന്ന കുരിശാണ്. റിബല്യസ് ക്രോസ്, റിപ്പൻറ്റിങ് ക്രോസ്. ഇതിൻ്റെ നടുവിലാണ് റിഡീമിങ് ക്രോസ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ വലിയ വെല്ലുവിളിയാണ്. നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുതന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ ലഭ്യമാക്കി തീർത്തിരിക്കുന്ന രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവരായി തീരണമെന്നാണ് ആ കുരിശ് എപ്പോഴും നമ്മെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ഒരുമിച്ച് കൂടി വരുമ്പോൾ ഇത് തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ വീണ്ടെടുക്കുന്ന കുരിശിലേക്ക് കണ്ണുകളെ ഉയർത്തിക്കൊണ്ട്, ദൈവമേ എന്നെയും ഓർക്കണമേ, നിന്നിലൂടെ സാധ്യമായി തീർന്ന വീണ്ടെടുപ്പിൻ്റെ സന്തോഷം അതെനിക്ക് സ്വായത്തമാക്കുവാൻ കൊണ്ട് സാധിക്കണമേ എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിലവിളിയായി തീരണം. അപ്പോഴാണ് യേശുവിൻ്റെ മരണത്തിലൂടെ സാധ്യമായി തീർന്നത് ആ രക്ഷയുടെ സന്തോഷം യഥാർത്ഥത്തിൽ അനുഭവമായി തീരുന്നതിനും അതിലൂടെ ലോകം അനുഗ്രഹിക്കപ്പെടുന്നതിനും ഇടയായി തീരുന്നത്. 3 കുരിശുകൾ. ഒന്ന് റിഡീമിങ് ക്രോസ്, ഒന്ന് റിബല്യസ് ക്രോസ്, 3 റിപ്പൻറ്റിങ് ക്രോസ്. ഈ കുരിശുകൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ, വെല്ലുവിളിക്കട്ടെ. നമ്മെ വീണ്ടെടുക്കുന്ന ആ കുരിശിലൂടെ സാധ്യമായി തീർന്ന രക്ഷയുടെ അനുഭവക്കാരായി ശിഷ്ടമുള്ള ആയുസ് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, അതിലൂടെ ലോകം നമ്മിലൂടെ അനുഗ്രഹീതമായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യജീവൻ്റെ അവകാശികളായി എന്നും കാണപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ.